खत्म, बाय बाय, टाटा, गुड बाय, गया. സർ, വിജയ്, ഈ രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ ബൂമറാങ് ആവാറുണ്ട്. ഇപ്പൊ പുതിയ ഒരു ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നേക്കാണ്. അപ്പോ ഇത് ഇപ്പോ കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്, ഒരു സ്ത്രീ 2 തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീ 2 തവണ വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കില്ലെങ്കിൽ രാഹുലിനെതിരെ കേസെടുക്കും എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ രാഹുൽ കൊണ്ടുവന്ന ബോംബ് ഭയങ്കരമായി പൊട്ടിയില്ല, അവിടെ എവിടെയൊക്കെ ഒന്ന് ചീറ്റുന്നുണ്ട് ഇപ്പോഴും. ഇത് രാഹുലിന് തന്നെ പണിയാകാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹത്തിനൊന്ന് ചീറ്റിപ്പിക്കാൻ കഴിഞ്ഞല്ലോ, അദ്ദേഹം ഒരു തൃപ്തനായിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തുടർന്ന് ഇങ്ങനെ ശ്രമിക്കുകയാണല്ലോ. ഈ അതിനിടയിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു എന്താ പറയുന്നത് സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതെ, ഒത്തു കിട്ടിയ ഒരു സംഭവം ഉണ്ടാക്കാൻ. ഇവിടെ ചോദിച്ച കാര്യത്തിൽ ആ സ്ത്രീ ശകുൻദേവി അല്ലേ, അവരത് നിഷേധിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ലെന്ന് ഇതും മാത്രം പറഞ്ഞ് കമ്മീഷൻ മാറിയെന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ പറയുക, മാപ്പ് പറയുക, ഡിഫമേഷൻ കേസുകൾ തന്നെ ഉണ്ടാവുകയും കോടതി തന്നെ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയുകയും കോടതി ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുകയും ചെയ്ത ഒരേ ഒരാളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ കോടതി ഈ എന്താ പറയുന്നത് എത്ര ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴും അദ്ദേഹത്തെ അപക്വമായ പ്രസ്താവനകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചൈനയുടെ വിഷയം കോടതി ചോദിച്ചായിരുന്നല്ലോ, ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ച ആ ഒരു സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് കോടതി ചോദിച്ചിരുന്നത് ഈ 2000 സ്ക്വയർ കിലോമീറ്റർ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് വിവരം ചോദിച്ചു. അവിടെ കോടതി അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ തെളിവുകളില്ലാതെ ഇങ്ങനെ ഇത്തരം ബോഷ്കുകൾ അടിച്ചു വിടുന്നത് എന്തിനാണെന്നുള്ള ഒരു കാര്യം കൂടെയാണ് കോടതി ചോദിച്ചത്. അപ്പൊ അത് നമ്മൾ ഈ വോട്ട് ചോറിയുടെ അദ്ദേഹത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കണക്കുകൾ പറയുന്നുണ്ട്. 6 മാസത്തോളം കുത്തിയിരുന്ന് പഠിച്ച കണക്കുകളൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഇദ്ദേഹം കൊണ്ടുവരുന്നതെല്ലാം ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. 2019 ഇലക്ഷനിൽ ഈ നരേന്ദ്രമോദി താൻ ഈ രാജ്യത്തിന്റെ ചൗക്കിദാറാണ്, അതായത് പ്രധാന സേവകനാണ്, കാവൽക്കാരനാണെന്നൊക്കെ പറയുന്നത്. രാഷ്ട്രീയക്കാരിങ്ങനെ പല നമ്പറുകളൊക്കെ അടിക്കാറുണ്ട്, ഓരോരുത്തരും പറയാറുണ്ട്. നമ്മുടെ പിണറായി വിജയൻ പറയാറുണ്ട് കാരണഭൂതമാണെന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു ചൗക്കിദാർ ചോർ ഹെ എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നു. ഇതെല്ലാവരെ കൊണ്ട് വിളിപ്പിച്ചു. അന്ന് ആ ഇലക്ഷനിൽ എന്താ വൻ തോതിൽ കോൺഗ്രസ് പൊട്ടി 2019. മുദ്രാവാക്യം അങ്ങ് കേറിപ്പോയില്ല, ഉദ്ദേശിച്ച പോലെ കേറിപ്പോയി. പക്ഷെ അപ്പൊ രാഹുൽ ഗാന്ധി സീനിയർ നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ട് പരിഭവം പറഞ്ഞു. അതായത് അവർക്ക് നേരെ ആക്രോശിച്ചു. ഞാൻ ഈ കൊണ്ടുവന്നതിൽ എന്തോ വിശ്വോത്തരമായിട്ടുള്ള ഈ മുദ്രാവാക്യം നിങ്ങൾ ഏറ്റുപിടിച്ചില്ല, അതുകൊണ്ടാണ് നമ്മൾ തോൽവി ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞു. അതായത് ചൗക്കിദാർ ചോർഹെ, അതായത് പണ്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ ഗലി ഗലിമേ ഷോർഹെ, രാജീവ് ഗാന്ധി ചോർഹെ എന്ന് പറഞ്ഞു നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ SFI KSUക്കാർ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഈ എന്താ EMSനെ EM ഭൂഷി ഇല്ലത്തേക്ക് പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞു. ഇത് K കരുണാകരൻ പറയുന്നൊന്ന് ആലോചിച്ചു. അങ്ങനെ പറയില്ല അവര്, അല്ലെങ്കിൽ AK ആന്റണി പറയില്ല ഇങ്ങനെ. കാരണം അവര് ഈ പണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു മുദ്ര, സഞ്ജയ് ഗാന്ധിന്റെ അമ്മ കള്ളിയാണ് ഞാനൊക്കെ പഠിച്ചിരുന്നത് പുസ്തകത്തിലാണ്. സഞ്ജയ് ഗാന്ധി നഗർവാല കേസ് ഇന്ദിരാഗാന്ധിയുടെ വലിയ കേസുണ്ട്. അപ്പോഴാണ് 60 ലക്ഷം എന്നൊക്കെ പറയുന്ന വലിയ എമൗണ്ട് വന്നു. അന്ന് ഏറ്റവും പ്രധാന മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു സഞ്ജയ് ഗാന്ധിന്റെ അമ്മ കള്ളിയാണ്. ഇത് പറയുന്ന അണികളായിരിക്കും, നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്, താഴെ നിന്ന് വരുന്ന അവരെ കൊണ്ട് വിളിപ്പിക്കും. പക്ഷെ ഇദ്ദേഹം പറയുന്ന ഇതുപോലത്തെ ഈ നിലവാരത്തിലുള്ളതാണ് ചൗക്കിദാർ ചോർഹെ. ഇത് പറയാത്തത് കൊണ്ടാണ് പൊട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ജനാധിപത്യ രാജ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള ജനാധിപത്യ രാജ്യത്തിൽ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇങ്ങനെ വളർന്നു. അത് തന്നെയല്ല, ഇപ്പൊ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമല്ലേ. അപ്പൊ ഏത് കാര്യവും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ അതിന്റെ സത്യാവസ്ഥ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് നിലനിൽക്കത്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ എന്തായാലും ആളുകളെ ആശയക്കുഴപ്പത്തിൽ അസത്യമാണ് എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ സാർ. നാറി നാണം കെടും. സ്വന്തം ഈ പാർട്ടിയിലുള്ള ഇന്ത്യ മുന്നണിയിലുള്ള ആരും അദ്ദേഹത്തിനോടൊപ്പം ആ സമയത്ത് നിന്നില്ല എന്നുള്ളതാണ്. കാരണം സ്റ്റാലിനൊപ്പം നിന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഇപ്പൊ അവരെല്ലാം മിണ്ടുന്നുണ്ട്. കേസ് വരില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശിക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് കൃത്യമായും നമ്മള് പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു പരാതി കൊടുക്കണം എന്നുള്ളത്, പരാതി കൊടുക്കാനുള്ള അവസരം ഉപയോഗിക്കുക, അതാണല്ലോ ശരിയായ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന അവസരത്തിലല്ലേ
ഇന്ദിരാഗാന്ധി സർവ്വശക്തിയായ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് 1971 ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് അംഗങ്ങളെ കിട്ടിയ ആ സമയത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജ്നാരായൺ ഈ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ഹർജിക്കകത്ത് കൊടുത്തിരുന്നു നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതില് ആരോപണങ്ങളൊക്കെ കോമഡിയാണ്. അല്ല, ഞാൻ പറഞ്ഞതല്ല അത്. പക്ഷെ അയാൾ നിന്ന് വിജയിച്ച് തെളിയിച്ചെടുത്തു. ഈ രാജ്നാരായണ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് അസ്ഥിരം എന്തോ ആക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ഇലക്ഷൻ വേദി പൊക്കി കെട്ടി, ഇതൊക്കെയായിരുന്നു ആരോപണങ്ങൾ. അല്ല, പോലീസിനെ കൊണ്ട് അവിടെ ഇന്ദിരാഗാന്ധി സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് പിടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളാണ്. അല്ലാതെ കോടതി അത് അംഗീകരിച്ചല്ലോ. കോടതി അംഗീകരിക്കുകയും ഇന്ദിരാഗാന്ധിക്ക് നിലനിൽപ്പില്ലാതാവുകയും ചെയ്തു. പിന്നെ അടിയന്തരാവസ്ഥ രക്ഷപ്പെട്ടത് 75 വിധി വരുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഇലക്ഷൻ റദ്ദാക്കി എന്ന് പറഞ്ഞാണ് 4 വർഷം കഴിഞ്ഞിട്ട്. അല്ല, 4 വർഷം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒരു വിശേഷം ഒന്ന് കരുതിയാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഒരാൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നിയമപരമായ നടപടികളിലൂടെ ഈ ഒരു പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരായിട്ട് കൃത്യമായ വിധി സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിക്ക് പോലും അത് സ്റ്റേ ചെയ്തില്ല എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് VR കൃഷ്ണയ്യർ അടക്കമുള്ള ഒരു ബെഞ്ച് അതിനെ സ്റ്റേ ചെയ്യാൻ അവർക്ക് എന്താ പറയുക, അവർക്ക് പാർലമെന്റ് അംഗമായി തുടരാമെന്നല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അതിന് കൊടുത്ത സ്വാഭാവിക സ്റ്റേ മാത്രമേ അനുവദിച്ചെന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് വിധി സ്റ്റേ ചെയ്യാൻ പോലും പോയല്ലോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞത് പോയിന്റ് അതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായി പരാതി കൊടുത്തത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാനും പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്, വോട്ടർ പട്ടിക എന്ന് പറയുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുതൽ വോട്ടർ പട്ടിക റിലീസ് ചെയ്യുമ്പോൾ തൊട്ട് ഇതിന്റെ പരാതിയോട് അങ്ങനെയൊക്കെ ഫലപ്രദമായി ചെയ്യുന്നവരുണ്ട്, കൃത്യമായി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് എല്ലാം കഴിഞ്ഞ് തോറ്റ് കഴിയുമ്പോൾ സമയമെടുത്ത് പഠിക്കുക അദ്ദേഹത്തിന്റെ ഒരു അല്ല എങ്കിൽ പോലും ഈ വോട്ടർ പട്ടികയിലെ ആരോപണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. വോട്ടർ പട്ടികയിലെ ആരോപണം, വോട്ടർ പട്ടികയെ പരിശോധിക്കാനുള്ള നേരത്തെയുള്ള അവസരം ഉപയോഗിക്കാതെ ഇപ്പോൾ വന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കാര്യങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്താണെങ്കിലും ഇത് നമ്മൾ രാഹുൽ ഗാന്ധി പഠിച്ചു വരികയാണെന്ന് വേണം ചിലപ്പോൾ കരുതാൻ. ഇനി ഏത് കാലത്ത് പഠിക്കാം? 55 വയസ്സില് ഇനി എന്താ കുഴി കാലം നീട്ടി പകുതി കാല് കുഴിക്കാത്തായി. ഇനി ഏത് കാലത്ത് പഠിക്കാനാണ്? അല്ല, എന്തായാലും നമ്മള് ഇപ്പോൾ പാർലമെന്റില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കാണാൻ സംഭവിച്ചല്ലോ. 5 പേരടങ്ങുന്ന ഒരു സംഘം എന്ന് പറഞ്ഞാൽ 30 പേരടങ്ങുന്ന 30 നേതാക്കന്മാരെ കാണാൻ. മാർക്കാണ് ഇത്ര ഇദ്ദേഹത്തിനെ പഠിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കാൻ വേറെ ആരും യോഗ്യനായിട്ട് കോൺഗ്രസ് യോഗ്യരായിട്ടില്ലെന്നാണല്ലോ. അല്ല, അത് അക്കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും കോൺഗ്രസ്സുകാർ തയ്യാറല്ല. നെഹ്റു കുടുംബത്തിൽ ചെറിയ തരിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ തരി ആളി കത്തുവന്നാണ്. കാരണം അടുത്ത പ്രിയങ്കര മോഹൻ തന്നെ ഇയാളെ ഒന്ന് ഒരു ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന പിറ്റേ ദിവസം അവർ അടിച്ചിറക്കിയിട്ട് അടുത്ത ആളിനെ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ ഇപ്പോഴും തയ്യാറായിട്ടുണ്ടല്ലോ. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ റോബർട്ട് വാദ്രയൊക്കെ ജയിലിലേക്ക് പോകാൻ തയ്യാറാതിരിക്കുക. കൂട്ടത്തിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹം കൂടെ ചെന്നാൽ അളിയനും കൂടെ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിക്കൂടുന്നില്ല. കാരണം റോബർട്ട് വാദ്രയ്ക്കെതിരായത് അത് വെറും ഉണ്ടയില്ലവടിയല്ല, വളരെ ഗൗരവമായ വിഷയത്തിലേക്കാണ് റോബർട്ട് വാദ്ര. ഈ ഇടയ്ക്ക് ഞാൻ രാഹുലിന്റെ ഒരു വീഡിയോ ഉണ്ട്, തന്നെ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കണം ഇങ്ങനെയൊക്കെ. അങ്ങനെ വല്ല ഉദ്ദേശം നടത്തില്ല. ഏതായാലും വിജയ് ചോദിച്ച ഒരു കാര്യത്തില് നെഹ്റു കുടുംബത്തിൽ ഒരു തരിയെങ്കിലും അവശേഷിക്കുന്നിടത്തോളം കാലം വേറെ ആളെ നിർത്തി അല്ലെങ്കിൽ നിർത്തിയെടുത്താലും അത് ഈ റിമോട്ട്. അപ്പം മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മൻമോഹൻ സിംഗിന്റെ അടുക്കൽ ചെന്ന് എന്താ പറയുന്നത് ആ പേപ്പർ വലിച്ചു കീറുന്നത് പോലെ സമ്മേളനത്തിൽ ബില്ല് നിരാശനായിട്ട് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായേക്കാം. സീതാറാം കേസരി എന്നൊരു കോൺഗ്രസ് പ്രസിഡന്റിനെ നമ്മുടെ സോണിയാഗാന്ധി എഴുതിപ്പിച്ചു വിട്ട നേതൃത്വമുണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും അറിയാതെ സോണിയാഗാന്ധി അവരെ പിടിച്ചു മാറ്റിയിട്ടാണ് സോണിയാഗാന്ധി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതെന്ന് ആദ്യം വേറൊരാൾ ഇടക്കാലത്തേക്ക് അങ്ങനെ ചില ഇടക്കാല അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. പക്ഷേ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. അതിനകത്ത് ഇത് ഇന്ത്യ കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ വേണം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാവുന്ന വലിയൊരു ആരോപണം 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടോടുകൂടിയാണ് സോണിയാഗാന്ധി. എങ്ങനെ 4 ലക്ഷമൊക്കെ വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന കേരളത്തെ പോലും സ്ഥലത്ത് അതിനകത്തൊക്കെ പ്രിയങ്ക ഗാന്ധി അതെ രാഹുൽ ഗാന്ധി എന്തായാലും വരട്ടെ രാഹുലിന്റെ കാര്യം എന്താകും നോക്കാം.